ജോർജ് സാർ പറഞ്ഞ പോലെ ബ്രില്ലിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു പാരൻ്റ് കൂടിയാണ്. എൻ്റെ മകൾ കഴിഞ്ഞ വർഷം പല ബ്രില്ലിനിൽ പഠിച്ചിരുന്നു. ഉറപ്പം കിട്ടുമെന്ന് വിചാരിച്ചിരുന്ന ഒരു റിസൾട്ട് അത് 612 ഒതുങ്ങിപ്പോയി. 20 ക്വസ്റ്റ്യൻസ് നെഗറ്റീവായി പോയി. എനിക്ക് നിങ്ങൾ മക്കളോട് പറയാനുള്ളത്, വിജയത്തിന് വേറെ കുറുക്കുവഴിയൊന്നുമില്ല. കഠിനാധ്വാനമേ ഏതൊരു വിജയത്തിനും പുറകിലായിട്ടുള്ളൂ. എൻ്റെ മകൾ അധ്വാനിച്ചില്ല എന്നല്ല പറയുന്നത്, അധ്വാനത്തോടൊപ്പം തന്നെ നമുക്കതല്പം ഭാഗ്യം കൂടി വേണം. ആ 3 മണിക്കൂർ 3.5 മണിക്കൂർ 20 മിനിറ്റ് എഴുതുന്ന സമയത്ത് നമ്മളൊരു മനസാന്നിധ്യമുണ്ടല്ലോ, ആ മനസാന്നിധ്യമാണ് നമ്മളെ വിജയമാണോ അതോ പരാജയപ്പെടുന്ന ആളാണോ തീരുമാനിക്കുന്നത്. ഞാൻ ഇന്ന് സാറ് പറഞ്ഞാൽ എൻ്റെ മോളെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു വെച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. എൻ്റെ മകളുടെ കഴിഞ്ഞ ഒരു വർഷത്തെ ആ കഠിനാധ്വാനത്തിൻ്റെ സമയത്ത് പലപ്പോഴും നമ്മുടെ കുട്ടികൾ വളരെ ചിലപ്പോൾ സ്ട്രെസ്സായിരിക്കും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, മക്കളോട് പറയാനുള്ളത്, ഡോണ്ട് ബി അണ്ടർ സ്ട്രെസ്. നിങ്ങൾ ഓരോ പരീക്ഷകൾ എഴുതുമ്പോഴും ചിലപ്പോൾ കുറച്ച് നല്ല മാർക്ക് ലഭിച്ചേക്കാം, അല്ലെങ്കിൽ കുറച്ച് കുറഞ്ഞ ലഭിച്ചേക്കാം. എല്ലാം സമചിത്തതയോടെ നേരിടാനും ലക്ഷ്യം സാധൂകരിക്കുന്നതിന് വേണ്ടിയിട്ട് അക്ഷീണം പ്രയത്നിക്കുന്നതിനും തയ്യാറാവുന്ന ഒരു മനസ്സോടുകൂടി ആയിരിക്കണം നിങ്ങൾ ഇവിടേക്ക് കടന്നു വരേണ്ടത്, അധ്യാപകരുടെ മുന്നിലേക്ക് കടന്നു ചെല്ലേണ്ടത്. നിങ്ങളുടെ വിജയത്തിൻ്റെ ചവിട്ടുപടിയായി ഓരോ സ്റ്റെപ്പ് കടന്ന് കയറുമ്പോഴും നിങ്ങളുടെ ലക്ഷ്യമുണ്ട്. നിങ്ങൾ ഒരിക്കലും കാര്യം പറയുന്നത് മറ്റൊരാളുടെയും നിർബന്ധ ബുദ്ധിയാണ്. നിങ്ങൾ ഒരിക്കലും ഇതിൽ പോകരുത്. നിങ്ങളുടെ മനസ്സിൽ ഒരു ഉറച്ച തീരുമാനം ഉണ്ടാവണം, എനിക്കൊരു ഡോക്ടറാകണം എന്നുള്ളത്. എന്നോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആരാകണം എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും എനിക്കൊരു ഡോക്ടറാകണം എന്നുള്ളത്. എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു ഡോക്ടറാകുക എന്നുള്ളത്. എന്ന് വെച്ചാൽ പോലീസിന് എനിക്ക് ഇഷ്ടമല്ല ഞാൻ പറഞ്ഞത്. പോലീസിനും ജനങ്ങൾക്ക്, സാധാരണക്കാർക്ക്, നിരാലംബർക്ക്, അശരണായ ആളുകൾക്ക് നന്മയും നീതിയും ന്യായവും ധർമ്മവും നടപ്പാക്കി കൊടുക്കുന്ന അത്താണയാകുവാൻ തീർച്ചയായിട്ടും പോലീസ് ഉദ്യോഗസ്ഥന് കഴിയും. എന്നാൽ അതിലുപരിയായിട്ട് ഒരു ഡോക്ടർ ആരാണ്? ജീവൻ നൽകുന്നവനാണ്, ദൈവത്തിന് സമനാണ്. ഒരു ഡോക്ടർ മിടുക്കനാണെങ്കിൽ അദ്ദേഹത്തിന് കഴിയുമെങ്കിൽ അദ്ദേഹത്തിന് ജീവൻ തിരിച്ചു കൊടുക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. അവിടെയാണ് നേരത്തെ നമ്മുടെ ഉദ്ഘാടന പ്രാസംഗികൻ പറഞ്ഞ പോലെയും ഡിസ്ട്രിക്ട് കളക്ടർ പറഞ്ഞ പോലെയും നമ്മൾ എന്തുണ്ടാവണം എന്നുള്ളത്, നമ്മൾ എംപതി ഉണ്ടാകണം. വാട്ട്സ് ദ മീനിങ് ഓഫ് എംപതി? സ്റ്റാൻഡിങ് അറ്റ് ദ ഫുട്ട് ഓഫ് അതേഴ്സ്. മറ്റൊരാളുടെ സ്ഥാനത്ത് താനായിരുന്നെങ്കിൽ തനിക്കെന്തായിരിക്കും തൻ്റെ മനസ്സിലുണ്ടാകുന്ന ചിന്ത മനസ്സിലാക്കിക്കൊണ്ട് വരുന്ന രോഗികളോട് നന്നായി പെരുമാറാനും അവർക്ക് വേണ്ട ചികിത്സ നൽകാനും അഴിമതിരഹിതമായി പ്രവർത്തിക്കാനും കഴിയുന്ന ഒരു മനസ്സുണ്ടാവുന്നവരേ ഡോക്ടർ ആകാവൂ, അല്ലാത്തവരാവരുത്. നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഏറ്റവും വലിയ ഇഷ്ടം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ ഡോക്ടർ ആവുന്നത് 2 വർഷം മുമ്പ് ഞാൻ നീറ്റിന് അപ്ലൈ ചെയ്തിരുന്നു. ദെർ ഇസ് നോ ഈച്ച് ബാർ, യുനോ. റിട്ടയർ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് നീറ്റ് എഴുതാൻ പോകലാണ്. സി, അതെൻ്റെ ഒരു പാഷനാണ്. ഇറ്റ്സ് മൈ പാഷൻ. ഇത്രയോ ഡോക്ടർമാരുണ്ട് രോഗികൾ ചെല്ലുമ്പോൾ, സാധാരണക്കാരെ ചെല്ലുമ്പോൾ കൈക്കൂലി കൊടുക്കാതെ, മര്യാദക്കൊന്ന് പരിശോധിക്കാതെ, രോഗിയെ പറഞ്ഞു കേട്ട് മാത്രം കുറിപ്പ് എഴുതി കൊടുത്തിട്ട് കിട്ടുന്ന പണത്തിന് മാത്രം മുൻവയ്ക്കുന്ന ആളുകൾ. അത്തരക്കാരെ നമ്മൾക്ക് ആവശ്യമുണ്ടോ? ഈ സമൂഹത്തിന് ആവശ്യമുണ്ടോ? ഒരിക്കലുമില്ല. മക്കളെ, നിങ്ങൾ പഠിച്ച് ഡോക്ടറാകണം, പരമാവധി യത്നിക്കണം. എന്നിട്ട് ഈ സമൂഹത്തിന് ഉതകുന്ന, നമ്മുടെ മാനവരാശിക്ക് സഹായകരമായി പ്രവർത്തിക്കുന്ന, പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്ന മിടുക്കരും മിടുക്കുകളും കാണും. അതായിരിക്കണം നമുക്ക് ലക്ഷ്യം. അതിനെന്ത് വേണം? കഠിനാധ്വാനമാണ്. ഞാൻ പറഞ്ഞ വാക്ക് മറന്നുപോര്. കഠിനാധ്വാനമേ നിങ്ങളുടെ മുമ്പിലുണ്ടാവും. മറ്റൊന്നിനെ കുറിച്ചും ചിന്തിക്കരുത്, ഒന്നിനെക്കുറിച്ചും ചിന്തിക്കരുത്. പരീക്ഷയിൽ മാത്രം ലക്ഷ്യം, പഠനത്തിൽ മാത്രം ലക്ഷ്യം, അറിവ് നേടുക. നിങ്ങൾ മാർക്കൊക്കെ അങ്ങ് വിട്ടുകളഞ്ഞേക്ക്. മാർക്ക് വിട്ട് നിങ്ങൾ അറിവ് നേടുക എന്നുള്ളത്. നിങ്ങൾ വായിക്കുന്ന ഓരോ സെന്റൻസും, NCERT-ലെ ഓരോ പാഠഭാഗങ്ങളിലൂടെ നിങ്ങൾ പോകുമ്പോഴും നിങ്ങൾക്ക് കിട്ടുന്ന അറിവിനെ നിങ്ങൾ കൈമുതലാക്കിക്കൊണ്ട് ഞാൻ പഠിക്കുകയാണ്, ഞാൻ മനസ്സിലാക്കുകയാണ്, ഞാൻ കൂടുതൽ അറിവ് നേടുകയാണ് എന്നുള്ള ലക്ഷ്യം വെച്ച് പ്രവർത്തിച്ചാൽ യാതൊരു സംശയവുമില്ല, നിങ്ങൾ 100% വിജയിച്ചിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ മകള് അവൾക്ക് കുറച്ച് ഇടിവൊക്കെ വന്ന് കുറച്ച് മാർക്ക് കുറച്ച് കുറയുമ്പോൾ അപ്പോൾ അവൾ ഓടി ജോർജ് സാറിനടുത്ത് ചെല്ലും. സാറ് സംസാരിച്ചാൽ പിന്നെ എനിക്ക് സമാനം. അല്ലെങ്കിൽ ചില ദിവസങ്ങളിൽ വല്ലാതെ ബുദ്ധിമുട്ടിലായിരിക്കും. നീറ്റ് എക്സാം കഴിഞ്ഞ് അവിടെ വന്ന് നല്ല മാർക്കിൽ കണക്കൂട്ടിയേക്ക് കീ എല്ലാം വന്നപ്പോൾ, ആൻസർ കീ എല്ലാം വന്ന് നോക്കി ചെക്ക് ചെയ്ത് നോക്കുക 612. അന്ന് 2 ദിവസം ഭയങ്കര കരച്ചിലും പ്രശ്നങ്ങളുമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, വിഷമിക്കൊന്നും വേണ്ട, ഇത് ലോകാവസാനമൊന്നുമല്ലോ, വി ഹാവ് ഇനഫ് ചാൻസസ്, യു ഗോ ഹെഡ്. ഞാൻ എൻ്റെ പോളോട് പറഞ്ഞു, നമ്മുടെ രാജ്യം എന്നുള്ള കാര്യം മനസ്സിലാക്കണം. നമ്മുടെ രാജ്യം വളർന്നുകൊണ്ടിരിക്കുന്ന അവികസിത രാജ്യത്തു നിന്ന് വികസിത രാജ്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളാണ് നാടിൻ്റെ സമ്പത്ത്. നാളത്തെ നിങ്ങളിലൂടെയാണ് നമ്മുടെ നാട് ഉയർച്ചയിലേക്ക് പടവ് താണ്ടുക. എനിക്ക് യുണൈറ്റഡ് നേഷൻസിൻ്റെ കീഴിൽ 2 തവണ ജോലി ചെയ്യാനുള്ള അവസരം കിട്ടിയത്. എവിടെ പോകുമ്പോൾ ഞാനത് പറയാറുണ്ട്. കാരണം നിങ്ങൾ അറിഞ്ഞിരിക്കണം,
It was once in the first time it was in 2006 and the second time it was in 2015. 2006 ഞാൻ ഇങ്ങനെ യുഎനായിട്ട് സെൻട്രൽ ആഫ്രിക്ക ജോലി കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഒരു ജർമ്മൻ സുഹൃത്ത്, ലോകത്തെ വിവിധ രാജ്യങ്ങളിലെ പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം കൂടിയുള്ള ഒരു സമ്മേളിക്കുന്ന സ്ഥലമാണ് UN. വിവിധ രാജ്യങ്ങളിലെ ഉദ്യോഗസ്ഥർ, പോലീസ് ഉദ്യോഗസ്ഥർ UN വേണ്ടി പണിയെടുക്കുന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ട് എൻ്റെ ഒരു ജർമ്മൻ സുഹൃത്ത് പറഞ്ഞു, ജർമ്മൻ പോലീസ് ഓഫീസർ പറഞ്ഞു, യു ഇന്ത്യൻസ് ഡോണ്ട് നോ യുവർ സ്ട്രെങ്ത്, യു ഇന്ത്യൻസ് ഡോണ്ട് നോ യുവർ കപ്പാസിറ്റി. I am quite sure by 2030 India will be the strongest country in the world. അന്ന് എനിക്ക് അത്ര ഒരു വലിയ വിശ്വാസമില്ലായിരുന്നു. പക്ഷേ ഞാനിപ്പോൾ വിശ്വസിക്കുന്നു 2030 അല്ലെങ്കിൽ 2050 ആകുമ്പോഴേക്കും ലോകത്തിലെ ഏറ്റവും വലിയ അനിഷേധ്യ ശക്തിയായ ഒരു രാജ്യമായി ഇന്ത്യ മാറുമെന്ന്. അതിനാരാണ് യത്നിക്കേണ്ടത്? അത് നിങ്ങളാണ് യത്നിക്കേണ്ടത്. നിങ്ങളുടെ കൈകൾ, എൻ്റെ ജർമ്മൻ സുഹൃത്ത് പറഞ്ഞ ആ ഇന്ത്യയുടെ അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ അതിന് കാരണക്കാർ, അതിനാവേണ്ടവർ, ഉത്തരവാദികൾ നിങ്ങളാണ്. നിങ്ങളുടെ കയ്യിലാണ് എൻ്റെ ജർമ്മൻ സുഹൃത്ത് പറഞ്ഞ ഇന്ത്യയിലേക്ക് എത്തുവാനുള്ള കുറുക്ക് വഴി. അതുകൊണ്ട് try your maximum, സമചിത്തതയോടെ, കാര്യഗൗരവത്തോടെ, ലക്ഷ്യം മുന്നിൽ കൊണ്ടുകൊണ്ട് മുൻപോട്ട് പോകണം. അപ്പോൾ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഈ സാഹചര്യത്തിന് അനുസൃതമല്ലെങ്കിൽ പോലും, സാഹചര്യത്തിൽ പറയേണ്ടതല്ലെങ്കിൽ പോലും, പക്ഷെ പറയാതിരിക്കാൻ നിർവാഹമില്ലാത്തതുകൊണ്ട് ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ അത് സൂചിപ്പിച്ചുകൊണ്ടെന്ന് ഞാൻ പറയട്ടെ, അതോടൊപ്പം തന്നെ നിങ്ങൾ ലഹരിക്കെതിരെയുള്ള നിങ്ങളുടെ പോരാട്ടം ശക്തമാക്കണം. എറണാകുളം ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ സ്ഥാനത്ത് നിന്നാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. കേരളത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ പിന്നോട്ട് എറണാകുളം സിറ്റി എന്ന് പറഞ്ഞത് ഒരു 10, 20, 25 വർഷം മുൻപിലേക്ക് സഞ്ചരിച്ചു പോയിട്ടുള്ള ഒരു ഏരിയയാണ്. അവിടെ നമ്മുടെ കൊച്ചുകുട്ടികൾ, നമ്മുടെ കോളേജുകളിൽ പഠിക്കുന്ന കുട്ടികൾ ലഹരിക്കടിപ്പെട്ട് നശിച്ചു പോകുന്നത്, അതിന് നേർക്കാഴ്ച കാണാനുള്ള ഒരു വല്ലാത്തൊരു വിധി എന്നിലൂടെ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടികൾ നശിച്ചു പോകുന്നത്, പലരും ഈ കുട്ടികളെ ഈ ലഹരിയുടെ റാക്കറ്റിൽപ്പെടുത്തുന്നത്, അവരെ പഠിക്കാൻ കയറ്റാൻ പറ്റും, കോൺസെൻട്രേഷൻ കിട്ടും, പെട്ടെന്ന് മനസ്സിലാവും എന്നൊക്കെ പറഞ്ഞ കുട്ടികളെ പ്രലോഭിപ്പിച്ചുകൊണ്ട് അവരെ ഈ ലഹരിയുടെ കരാളഗ്രസ്തങ്ങളിലേക്ക് പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നത് നോക്കിക്കാണേണ്ട സാഹചര്യം എന്നയാളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ പറയുന്നു, നിങ്ങൾ ഇതിനെതിരെ ജാഗരൂകരായിരിക്കണം എല്ലാവരും. അദ്ദേഹം പറഞ്ഞു, പോലീസ് മാത്രം ചിന്തിച്ചാൽ കഴിയുന്ന അല്ലെങ്കിൽ പ്രവർത്തിച്ചാൽ കഴിയുന്ന കാര്യമല്ലാതെ പൊതുസമൂഹം ഒറ്റക്കെട്ടായി നിൽക്കണം. പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുന്നവര്, സാധാരണക്കാര്, മറ്റാളുകൾ, പോലീസ്, എക്സൈസ് തുടങ്ങിയുള്ള വിവിധ വിഭാഗങ്ങൾ ഒരുമിച്ച് കൂടി നിന്നുകൊണ്ട് ഈ നാശത്തിനെതിരെ ശക്തമായി മുൻപോട്ട് പോകണം. അല്ലെങ്കിൽ നമ്മുടെ സാംസ്കാരിക ആചാര്യന്മാർ നമുക്കുണ്ടാക്കി തന്നിട്ടുള്ള എല്ലാവിധ വളർച്ചയും ഉയർച്ചയും നശിപ്പിക്കുന്ന തരത്തിലുള്ള, നമ്മുടെ യുവതലമുറയെ വഴിതെറ്റിക്കുന്ന തരത്തിലുള്ള അവസ്ഥയിലേക്ക് നാം പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ടും, പല ബില്ലിൻ്റെ ഇവിടെ തുടങ്ങിയിട്ടുള്ള ഈ സംരംഭം മഹത്തരമാകട്ടെ, വലിയ വലിയ ബഹുമാനങ്ങൾ കിട്ടുന്ന സാഹചര്യം ഉണ്ടാകട്ടെ, ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് ഉന്നത നിലയിൽ എത്താൻ കഴിയട്ടെ, ഒരു ഭാവി ഇന്ത്യയുടെ ഭാഗധേയങ്ങളാവട്ടെ, ഭാവി ഇന്ത്യയുടെ ചുക്കാൻ പിടിക്കുന്ന തലത്തിലേക്ക് ഓരോരുത്തർക്ക് എത്തിപ്പെടാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും, അല്ല എല്ലാവിധ സൗഭാഗ്യങ്ങളും ജഗദീശൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും, എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ടും ഞാൻ എൻ്റെ വാക്ക് ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.